ജീവിതം ഒരിക്കലും ഒരു വിജയത്തിൻ്റെ മാത്രം ഗാഥയല്ല, ഗീതവുമല്ല. അവിടെ താഴ്ചകളും വീഴ്ചകളും പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മെ പലരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉയർച്ചകളുണ്ടാകുമ്പോൾ സ്തുതി പാടാനും വീഴ്ചകളുണ്ടാകുമ്പോൾ നമ്മെ വിമർശിക്കാനും ചുറ്റുപാടുമുള്ളവരും സ്വന്തപ്പെട്ടവരും വരുന്നത് കാണുമ്പോൾ തളർന്നു പോകുന്നു, ചിലരൊക്കെ തകർന്നും പോകുന്നു. രത്തൻ ടാറ്റയുടെ ഒരു മനോഹരമായ നിരീക്ഷണമുണ്ട്. ഒരിക്കലും ഇങ്ങനെയുള്ള വിമർശനങ്ങളിൽ തളർന്നു പോകരുത്, പക്ഷെ അവയെല്ലാം നമ്മളൊരു ഒരു ഒരു മോണിമെൻ്റായി തീർക്കാൻ തക്കവണ്ണം കല്ലുകളായിട്ട് ഉപയോഗിക്കുകയാണ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള. ടേക്ക് ദ സ്റ്റോൺസ് പീപ്പിൾ ത്രോ അറ്റ് യു ആൻഡ് യൂസ് ദം ടു ബിൽഡ് എ മോണിമെൻറ്റ്. നമ്മൾക്കെതിരെ ആളുകൾ പറയുന്ന വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാം നല്ല കല്ലുകളായിട്ട് കണക്കാക്കുക. അപ്പോൾ പെറുക്കിയെടുത്ത് നമുക്ക് ഒരു സ്മാരകം പണിയാം. എന്തിൻ്റെ സ്മാരകമാണ്? ആ എന്തിൻ്റെ സ്മാരകമാണ് എന്നുള്ളതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. കല്ലുകൾ നമ്മുടെ നേരെ എറിയുന്നത് അതുകൊണ്ട് വീഴാനാണെന്നുണ്ടെങ്കിൽ ഇനിയും കല്ലുകൾ വീണുകൊണ്ടിരിക്കും, എഴുന്നേറ്റാലും പിന്നെയും എറിയും. നേരെ മറിച്ച് ആ കല്ലുകൾ പെറുക്കിയെടുത്ത് ഒരു വിജയത്തിൻ്റെ സ്മാരകം നമ്മൾ തീർത്ത് അവരുടെ മുമ്പിൽ തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ കല്ലേറ് നിൽക്കും. കാരണം നമ്മുടെ ജീവിതം ഈസ് എ സ്റ്റോറി ഓഫ് സക്സസ്, നോട്ട് ഓഫ് ഫെയിലിയേഴ്സ്. പരാജയങ്ങളുടെ ഒരു കഥയല്ല, വിജയത്തിൻ്റെ ഒരു കഥയാണ്, ഒരു വായനയാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവും. അങ്ങനെ വിജയത്തിൻ്റെ ഒരു വായനയാണ് നമ്മുടെ ജീവിതം എന്നവരെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കെതിരെ നടത്തിയ കുറ്റപ്പെടുത്തലുകളെയും വിമർശനങ്ങളെയും എല്ലാം സ്വീകരിച്ച് അവയെ കല്ലുകളാക്കി, ടാറ്റ പറഞ്ഞോണം കല്ലുകളാക്കി ഒരു സ്മാരകം പണിത് ഒരു വിജയഗീതമായിട്ട് അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ കഴിയണം. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നെവർ റൺ അവേ ഫ്രം പ്രോബ്ലംസ് ബിക്കോസ് സക്സസ് ഈസ് ഓൾവേസ് ഡിസ്ഗൈസ്ഡ് ഇൻ ചലഞ്ചസ് എന്നാണ്. നമുക്ക് നേരെ ഉയർത്തുന്ന വെല്ലുവിളികളിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ടോ വിമർശനങ്ങളെ പേടിച്ച് ഒതുങ്ങിക്കൂടിയിട്ടോ ഒരു കാര്യമില്ല. അവയെ നമ്മൾ നേരിടണം. കാരണം ആ വെല്ലുവിളികളെ നമ്മൾ നേരിടുമ്പോൾ മാത്രമേ നമുക്ക് ആത്മവിശ്വാസം കിട്ടുകയുള്ളൂ. ആ വെല്ലുവിളികൾ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തിരിച്ചറിയുള്ളൂ. ഇത് എൻ്റെ വിധിയല്ല, പരാജയം എൻ്റെ വിധിയല്ല. ഈ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്, ജീവിതത്തെ എത്തിക്കുക എന്നുള്ളത് എൻ്റെ വിളിയാണ് എന്നുള്ള ഒരു അതിജീവനത്തിൻ്റെ ഒരു ആവേശം അവനവനിൽ നിറയുള്ളൂ. ഈ ആവേശം നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിയെയും ജീവിതത്തിൽ നമുക്ക് മറികടക്കാനാവും, ഏത് പ്രശ്നത്തെയും നമുക്ക് അതിജീവിക്കാനാവും, ഏത് വിഷമസന്ധിയെയും അതിജീവിക്കാനാവും. അങ്ങനെ നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞോടാനോ വിമർശനങ്ങളുടെ മുമ്പിൽ തളരാനോ പോയാൽ ജീവിതം ഒരിക്കലും വിജയിക്കില്ല. ഇതാണ് രത്തൻ ടാറ്റയുടെ ജീവിതത്തിൻ്റെ ആകത്തുക. അദ്ദേഹം അങ്ങനെ ഒരു വലിയ സാഹചര്യത്തിൽ ജനിച്ചവനോ ജീവിക്കുന്നവനോ ഒക്കെ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് പ്രശ്നങ്ങളും വിഷമസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവയെ തരണം ചെയ്ത ആ രീതിയിലാണ് അദ്ദേഹം വിജയം കുറിച്ചത്. അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ അദ്ദേഹം കല്ലുകളാക്കി സൂക്ഷിച്ച് പെറുക്കിയെടുത്ത് ഒരു വിജയത്തിൻ്റെ സ്മാരകം പണിതു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. കാരണം അവയിൽ ഒരു വിജയം ഒളിഞ്ഞു കിടപ്പെടുന്ന അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന വെല്ലുവിളികളിൽ ഒരു വിജയം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. പിടിച്ചു നിന്നാലേ നമുക്ക് പിടിച്ച് കയറാൻ പറ്റുകയുള്ളൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.